ദൈവസ്നേഹം ആവോളം പാനം ചെയ്ത് മദർ ഏലീശ്വ കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭ സന്യാസികളുടെ സിദ്ധിയുടെ ആത്മീയ നിർച്ചരിയായി രൂപം പ്രാപിച്ചു. ഈ ധ്യാന നിർലീനതയിലേക്ക് കൂടുതൽ ആഴപ്പെട്ടു വളരുവാൻ പരിശുദ്ധാത്മാവ് അവളെ പ്രചോദിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ ലഭിക്കാമായിരുന്ന സുഖവും സന്തോഷവും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ പ്രതി, ഈശോയോട് താതാത്മ്യപ്പെടുവാൻ ഏലീശ്വ അമ്മ ജീവിതം മുഴുവനും ഈശോയിലേക്ക് തുറന്നുവച്ചു. തൻ്റെ അസ്തിത്വം മുഴുവൻ ദൈവത്തിലേക്ക് തുറന്നുവച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കർമ്മലയുടെ ഉന്നതിയിലേക്ക് ഏലീശ്വ അമ്മ നടന്നു കയറി. സമ്പൂർണ്ണ വിരക്തിയുടെയും എളിമയുടെയും ഉപവിയുടെയും പാതയിലൂടെ ഈ ധ്യാന നിർലീനതയിൽ കൂടുതൽ ആഴപ്പെട്ട മദർ ഏലീശ്വ കളപ്പുരമുറിയിൽ രൂപപ്പെടുത്തിയ സെല്ലിലിരുന്ന് കൂനമാവ് ദേവാലയത്തിൻ്റെ വശത്തേക്ക് തിരിഞ്ഞ് മണിക്കൂറുകൾ ധ്യാനിച്ചു. കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭയുടെ സിദ്ധിയാൽ അവളുടെ ജീവിതം മുഴുവനും ഗ്രസിക്കപ്പെട്ടു. ഈശോ വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഇടുങ്ങിയ പാതയിലൂടെ ചരിക്കുവാൻ അവൾ തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ തിരുമുൻപിൽ അടിയറ വച്ചു. ഈ ധ്യാന നിർലീനതയുടെ പാതയിലൂടെ നടന്നു കയറുവാൻ ഏലീശ്വ അമ്മയ്ക്ക് പ്രചോദനവും ശക്തിയും നൽകിയത് പരിശുദ്ധ ദൈവമാതാവാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വിശുദ്ധിയുടെ വെള്ളപുഷ്പങ്ങളാൽ പരിശുദ്ധ മറിയത്തിൻ്റെ തൃപ്പാദത്തിങ്കൽ അർച്ചന ചെയ്ത മദർ ഏലീശ്വ വചനത്തെ മനുഷ്യനായി അവതരിപ്പിക്കുവാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയോടൊപ്പം കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭയുടെ സിദ്ധിക്ക് ജീവൻ നൽകിക്കൊണ്ട് TOCD സന്യാസിനി സഭയ്ക്ക് ജീവൻ നൽകി. മദർ ഏലീശ്വയുടെ ജീവിതം കർമ്മലീത്ത ആധ്യാത്മികതയുടെ ഒരു ഉത്തമ ഉദാഹരണമായി പരിണമിച്ചു. കർമ്മലീത്ത ആധ്യാത്മികത ദൈവസ്നേഹം ആസ്വദിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ഇടം നൽകുക, അതിനായി സ്വജീവിതം ഒരുക്കുക എന്നതാണ്. അതായത് ശൂന്യവൽക്കരണത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുക. കർമ്മലീത്ത ആധ്യാത്മികതയെ കെനോസിസ്, പ്ലെരോമ എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ ഒതുക്കാവുന്നതാണ്. ദൈവസ്നേഹത്തിനായി സ്വജീവിതത്തിൽ സ്ഥലമൊരുക്കുക, അതിനായി ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ കടന്നുപോവുക, അതോടൊപ്പം ദൈവസ്നേഹത്താൽ നിറയപ്പെടുക. ഏലീശ്വ അമ്മ ഇപ്രകാരം ധ്യാനത്തിൻ്റെ ഉന്നതിയിലേക്ക് നടന്നു കയറി ദൈവസ്നേഹം ആവോളം അനുഭവിച്ച് അത് പരസ്നേഹമായി സഭയിൽ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചമായി സമർപ്പണ ജീവിതത്തിൻ്റെ വാതിലായി നിലകൊണ്ടു. 19-ാം നൂറ്റാണ്ടിൻ്റെ അജ്ഞതയിലും അന്ധകാരത്തിലും സഭയിലും സമൂഹത്തിലും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ മദർ ഏലീശ്വ തൻ്റെ ജീവിതം ഒരു തുറന്ന വാതിലായി സമർപ്പിച്ചു. മദർ ഏലീശ്വ ദൈവരാജ്യത്തിൻ്റെ നല്ല ഫലങ്ങൾ സമൂഹത്തിനും സഭയ്ക്കുമായി കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ ജീവിത സരണി ഏറ്റവും നിർമ്മലമായി കാത്തുസൂക്ഷിച്ചു. 1913 ജൂലൈ 18-ാം തീയതി ഈ ജീവിത സരണി അനന്തതയിലേക്ക് പ്രവേശിച്ചു. ഇന്ന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് പ്രഖ്യാപിക്കപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന മദർ ഏലീശ്വയുടെ ജീവിതം നമുക്ക് ഏറ്റവും പ്രചോദനാത്മകമാണ്. മദർ ഏലീശ്വയെ പോലെ ദൈവരാജ്യത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി നിലകൊള്ളുവാൻ ഈ ആധ്യാത്മിക സ്രോതസ്സിൽ പങ്കാളികളാകുന്ന നമുക്കേവർക്കും ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി.